ശ്രീനിവാസിന്റെ വിയോഗം ഞെട്ടിക്കുന്നതാണെന്ന് രജനീകാന്ത്. അടുത്ത സുഹൃത്തുക്കളായ ശ്രീനിവാസനും രജനീകാന്തും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠികളായിരുന്നു. മികച്ച നടനും വളരെ നല്ല മനുഷ്യനുമായിരുന്നു ശ്രീനിവാസനെന്നും രജനീകാന്ത് സുഹൃത്തിനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ശ്രീനിവാസൻ ഇനിയില്ല. ഈ ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ സഹപാഠിയായിരുന്നു. ഗംഭീര നടനും വളരെ നല്ല മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നാണ് രജനീകാന്ത് പറഞ്ഞത്. അതേസമയം ഡയാലിസിസിന് വേണ്ടി തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം. 69 വയസ്സായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിനാണ് ഇന്ന് വിരാമമായിരിക്കുന്നത്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ തന്നെ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 1976 പുറത്തിറങ്ങിയ മണിമുഴക്കത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായും അരങ്ങേറി. 2018 പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന സിനിമയാണ് ഒടുവിലായി എഴുതിയത്. നാളെ തൃപ്പൂണിത്തുറയിലെ വീട്ടുവളപ്പിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ സംസ്കാരം.